ശേഷം പുതിയൊരു വ്ളോഗുമായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇതാണ് നിസ്വ, ഒമാനിലെ വളരെ പീസ്ഫുൾ ആയിട്ടുള്ളൊരു പ്ലേസാണ്. വളരെ മനോഹരമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇവിടെ. പിന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. പൊതുവെ ഒമാനിലേക്കും വെച്ച് ഏറ്റവും തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിലൊന്നാണത്. ഓക്കെ, നമ്മൾ ആളെ കാണിച്ചു തരാം. ഇതാ കേട്ടോ, ഇതാണ് നമ്മളാള്. ഇവനെ ഇവിടുത്തെ എല്ലാ പൂച്ചകളുടെ ഒരു പേടി സ്വപ്നമായിട്ട് മാറിയിട്ടുണ്ട്. വേറെ ഒന്നും കൊണ്ടുമല്ല, ഇവൻ്റെ തല കണ്ടു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും എല്ലാ പൂച്ചകളും. അപ്പോൾ അവർക്കൊരു ഡൗട്ട്, ഇതിപ്പോൾ ഞങ്ങളെ പോലെ ഉണ്ട് താനും, എന്നാൽ പിന്നെ ഞങ്ങളെ പോലെ അതേ ഒരു ഷേപ്പ് ഇല്ല താനും, അങ്ങനൊരു ചിന്തയായിരിക്കും അവർക്ക്. അപ്പോൾ ഏത് വർഗത്തിൽപ്പെട്ട ജീവിയാണെന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടാവും. എല്ലാ വൃത്തിയായിട്ട സ്ഥലങ്ങളിലും പോയി തല കിട്ടും. ഇപ്പോൾ അതാണ് എൻ്റെ സംഭവം. അങ്ങനെ ഇപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. ഇവന് പുറകാലിങ്ങനെ നടക്കുക എന്നുള്ളതാണല്ലോ എന്നിൽ ഉള്ള ദൗത്യം. കുട്ടികളും ഭർത്താവും ഒക്കെ പോയ ശേഷം ഇങ്ങനെ തന്നെ തുടരുകയാണ് ഞാൻ ചെയ്യുക. നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട്, നല്ല ക്ലൈമറ്റൊന്നും അല്ല, കൂട്ടം തണുപ്പാണ്. നമുക്ക് വെയിലത്ത് നിൽക്കുകയാണെങ്കിലൊരു കുറച്ച് സുഖം കിട്ടും. പിന്നെ അങ്ങനെ ചൂടോ തണുപ്പൊന്നുമില്ല. മന്ദം ചന്തയും കുലിക്ക് പോകുന്നുണ്ട്. കാണുന്ന പോലെയൊന്നും അല്ല കേട്ടോ, ഭയങ്കര ഫൈറ്റാണ്. ഇവിടുത്തെ പുറത്തുള്ള ക്യാറ്റുകളുമായിട്ട് ഭയങ്കര ഫൈറ്റിലാണ്. ഒരു ദിവസം ഒരു ബ്ലാക്ക് ക്യാറ്റാണ് എൻ്റെ എനിമി. അവൻ്റെ പിന്നെ ഫൈറ്റ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മൾ ചെന്ന് ഇവർ ഭയങ്കര ഫൈറ്റ്. നമ്മൾ ചെന്ന് മാറ്റാൻ ശ്രമിച്ചാൽ പോലും ഇവർ മാറുന്നില്ല. ഒരാളുടെ നെഞ്ചത്ത് രണ്ട് കൈയും. ഇവന് മറ്റവൻ്റെ നെറ്റീൻ്റെ അവിടെ ഇവനെ കുറേ പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്, മാന്തിയിട്ട് കണ്ണിൻ്റെ അവിടെയൊക്കെ. ഭാഗ്യത്തിൻ്റെ രക്ഷപ്പെട്ടോ. ഇതൊക്കെയാണ് അവൻ്റെ പരിപാടി. മഹാലമ്പനാണ്. ഈ കാണുന്ന പോലെ ഒന്നും അല്ല അവനെ. നമ്മൾ ഒരിക്കലും കാണുമ്പോൾ ഒരു പച്ച പാവാണ്. ഇപ്പോൾ ആ വണ്ടീൻ്റെ അടിയിൽ ഏതെങ്കിലും ക്യാറ്റുകൾ ഉണ്ടാകുമോ? എടാ അങ്ങോട്ടോ, അവിടെ വല്ല മാറ്റിയിട്ടുണ്ട്. അവൻ പിന്നെയും വണ്ടീൻ്റെ അടിയിലൊക്കെ ചിലപ്പോൾ ക്യാറ്റുകളുണ്ടായി. ഇതൊരു വലിയ ഒമാനിയുടെ ബംഗ്ലാവാണ്. ലാൻഡ് ക്രൂയിസർ വണ്ടിയാണ് ഇതൊക്കെ. പരിസരം മൊത്തം വൃത്തിയേടാക്കാന്നുള്ളതാണ് എൻ്റെ പരിപാടി. ശേ നിലവാരമില്ലാത്ത ക്യാറ്റ്. ഈ ഒമാനീൻ്റെ ബംഗ്ലാവ് ചുറ്റിപ്പറ്റി കുറേ ക്യാറ്റുകളുണ്ട് കേട്ടോ. ഇത് ഈ ബംഗ്ലാവിൻ്റെ തലയാണ്. മുഴുവൻ പൊന്തിച്ച് വീഡിയോ എടുക്കാൻ എനിക്ക് പേടിയാണ്. അങ്ങനെയാണെങ്കിൽ മുഴുവൻ കാണാമായിരുന്നു. ഇതിവിടെ ഇതാണ് ഗാർഡനാണ്. ഈ ഗാർഡൻ്റെ അവിടെ ഒരു വഴിയുണ്ടോ, ആ വഴീൻ്റെ ആ കൂടെ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ക്യാറ്റുകൾ ഈ വീടിനെ ചുറ്റിപ്പറ്റിയുണ്ട്. വീട്ടിലും ഉണ്ട്. കാരണം അത് പുറത്തുള്ള ക്യാറ്റുകളാണ്. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാറ്റുകളെ. അവർക്ക് ഫുഡൊക്കെ വെക്കുന്നതാണ് അവരുടെ വീടിൻ്റെ പുറത്ത്. അപ്പോൾ അവനതറിയാം ഇവിടെ ഉണ്ടെന്ന്. അപ്പം മനഃപൂർവ്വം ഈ വഴി വരുന്നതാണ്. ആരെങ്കിലും കാണുകയാണെങ്കിൽ, ഏതെങ്കിലും ക്യാറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് ഓടും. ഇവൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവരെ വിടുകയില്ല, പുറകാലോടി ഇതാക്കും. ഞാൻ പിന്നെ ഒരു ഷീൽഡൊക്കെ കഴുത്തിലിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുക എന്നൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ എനിക്ക് എന്തോ പോലെ. കാരണം ഞാൻ വിചാരിക്കും, ഇത് കാണണ്ടോ ഗാർഡനാണ് കേട്ടോ, ഞാൻ വിചാരിക്കും മറ്റേ ക്യാറ്റുകളൊക്കെ അങ്ങനെ കൊണ്ടു നടക്കുമ്പോൾ അവനെ കളിയാക്കില്ലെന്ന്. ഏട്ടാ ഞങ്ങളൊക്കെ ഫ്രീ ആയിട്ട് എടുക്കുന്നത്, നിനക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഞാൻ വിചാരിക്കും. അപ്പോൾ അവന് മറ്റുള്ള ക്യാറ്റുകളിൽ നിന്ന് അങ്ങനെ ആ ഒരു മാനക്കേട് നേരിടേണ്ടി വരണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ പിന്നെ അങ്ങനെ കഴുത്തിൽ ബാറ്റ് ചെയ്തിട്ട് കൊണ്ടു നടക്കാറില്ല. പക്ഷേ ഇവൻ്റെ സ്വഭാവത്തിലാണ് കൊണ്ടു നടക്കണമല്ലോ. ഈ ഇത് ഖജൂറിൻ്റെ കാരക്കമരമാണ്. ഇതിൻ്റെ ഈ സാധനം കണ്ടോ, ഭയങ്കര ഷാർപ്പാണ്. നമ്മൾ വിചാരിക്കും ഫ്ലെക്സിബിൾ ആണെന്ന്. ഒരിക്കലും ഫ്ലെക്സിബിൾ അല്ല, ഭയങ്കര ഷാർപ്പാണ്. നമ്മളെ സൂചിയുടെ ഒക്കെ അത്ര കട്ടിയുണ്ട് ഇതിന്. കണ്ടോ, അവിടെ എത്തിയാണ്. ഇത് നല്ല ബ്യൂട്ടിഫുൾ ഗാർഡനാണ് പുറത്തുള്ളത് ഒമാനികളുടെ. അവിടെ ചെന്ന് എല്ലാവരും യൂറിൻ സ്പ്രേ ചെയ്തിടും. ഒളിച്ചിരിക്കുന്നുണ്ട്, ആരും കാണുമില്ലെന്നാണ് വിചാരം. ഞാൻ പോകണമെങ്കിൽ പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമ്മളെ മൈൻഡൊന്നുമില്ല. നമ്മളെവിടെയും കണ്ട ഭാവം നടിക്കില്ല. ഈ പെണ്ണുമ്പിള്ളി പോയി കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചെടുക്കുന്നവനോ ഉണ്ടോ. വീടിനുള്ളിലാണെങ്കിലോ അവനെ പുറത്ത് വിടാൻ വേണ്ടി ഭയങ്കര സ്നേഹം. നമ്മളെ കാലിൻ്റെ ഇടയിൽ കൂടെയൊക്കെ ചുറ്റിക്കറങ്ങി നടന്ന്, മുട്ടി ഉരുമ്മി നടന്ന്. മറ്റേ ഒരു സിനിമയിലുണ്ടല്ലോ, ശ്രീനിവാസൻ മമ്മൂട്ടി അല്ല മോഹൻലാലിനോട് പറയല്ലോ, നീ എന്നെ തല്ലിക്കോ എന്നാലും എനിക്ക് കുഴപ്പമില്ല, നീ എന്നെ തുപ്പിക്കോ എന്നാലും എന്നെ അമേരിക്ക കൊണ്ടുപോയാൽ മതി. അതേപോലെ തന്നെ അവനും
വീട്ടിൽ നിന്ന് എന്ത് കാട്ടിക്കോ, നിങ്ങൾ എന്നെ എന്തും കാട്ടിക്കോ, പക്ഷെ എന്നെ പുറത്ത് വിടണം. ആ ഒരിതാ, പുറത്ത് വിട്ട് കഴിഞ്ഞാലോ പിന്നെ അവന് വേറെ ആളാണ്. കാണുന്നുണ്ടോ? ഇതാ വാ. ക്യാറ്റുകൾക്ക് പൊതുവേ ഡോഗുകൾ അത്ര ലോയലല്ലല്ലോ ഇവർ. ഡോഗ്സ് ഭയങ്കര ഇതായിരിക്കും, നമ്മളെ വിട്ട് മാറുമല്ലോ. എവിടെ പോയാലും നമ്മുടെ പുറകാലം ഉണ്ടാവും. നമ്മൾ വീട്ടിൽ പോയാൽ നമ്മുടെ കൂടെ തന്നെ വീട്ടിലോട്ടും വരും. ഇതങ്ങനെയല്ല, ഇത് എന്നെ എങ്ങനെയും വീട്ടിൽ പറഞ്ഞേക്കാൻ നോക്കുന്നവനാ. എനിക്ക് കുറച്ച് മനസ്സമാധാനത്തിന് നടക്കാമല്ലോ. ഞങ്ങളെ പോലത്തെ ഒരു ഫാമിലിയിൽ ഇവൻ വന്ന പെട്ടത് ഇവൻ്റെ ഭാഗ്യമാണ്. കാരണം പലപ്പോഴും നമ്മൾ ഇവനെ വിടാറുണ്ട്. കേട്ടോ കേടാ കേട്ടോ, രണ്ടാമത്തെ സ്ഥലത്ത്. അയ്യോ, ഇങ്ങനൊരു സാധനത്തിന് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ പൊതുവെ നമ്മളിവനെ പുറത്ത് വിടാറുണ്ട്, എങ്ങോട്ടും പോയി കളിച്ച് പറ്റും. പക്ഷേ പ്രശ്നങ്ങൾ എന്താ വെച്ചാൽ ഇവനിപ്പോൾ ഈ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങിയതിന് പിന്നെ ഞാൻ ഒറ്റയ്ക്ക് വിടാറില്ല. കാരണം എന്തെങ്കിലും ഇത് പറ്റിക്കഴിഞ്ഞാലേ, ഒരു പ്രാവശ്യം ഫൈറ്റ് ചെയ്തിട്ട് അവൻ്റെ കണ്ണ് മൊത്തം പോയതായിരുന്നു. എന്തോ ഭാഗത്തിന് കണ്ണ് തിരിച്ചു കിട്ടി. കാരണം മറ്റേ ക്യാറ്റുകൾ ഇവൻ്റെ കണ്ണിലോട്ടാണ് മാന്തുള്ളൂ. കാരണം മറ്റേ ബോഡിയിലോട്ട് അവർക്ക് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല, അത്രയും രോമമായിട്ടേ. പക്ഷേ മറ്റവർക്ക് അങ്ങനെയല്ലല്ലോ. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് ഞാൻ അങ്ങനെ പുറത്ത് വിടാറില്ല ഇപ്പോൾ. ഭയങ്കര അലമ്പനവൻ. പക്ഷേ ഈ ക്യാറ്റുകൾക്ക് എന്താ പറയുക, വന്ധീകരണം എന്ന് പറഞ്ഞൊരു സംഭവം ചെയ്യണം. കാരണം ഇവർക്ക് ഈ ഹീറ്റിൻ്റെ സമയമാണിപ്പോൾ. അപ്പോൾ ഇപ്പോൾ ഇവനാണെങ്കിൽ ഫീമെയിൽ ക്യാറ്റ്സിനെ ഇതാക്കാനുള്ള സമയമാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇവരെ വീട്ടിൽ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇവർ വീട്ടിൽ നിൽക്കില്ല, ഇവരുടെ കരച്ചിലും ബഹളവും വീടുകളിൽ മൊത്തം യൂറിൻ പാസ് ചെയ്തിടുക, സ്പ്രേ ചെയ്തിടുക ഒക്കെയാണ്. ഞാനൊരു ഡോക്ടറായിട്ട് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞതെന്ന് വെച്ചാൽ ന്യൂട്രലൈസ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഇവർ റോമിങ്ങും ഇങ്ങനെ ചുറ്റിക്കറങ്ങാനുള്ള സ്വഭാവവും വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കും. അങ്ങനെ എല്ലാ ക്യാറ്റുകളും അങ്ങനെ ചെയ്യണം എന്നാണ് പറയുന്നത്. പട അപ്പോൾ പൊതുവെ എല്ലാ പെറ്റ്സുകളെ ക്യാറ്റ്സിനെ മാത്രമല്ല ഡോഗ്സിനെ, അല്ലെങ്കിൽ ഇവർക്ക് ഈ സമയം വരുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളത് ആലോചിക്കുന്നുണ്ട്. ഇവിടെ ഒമാനിൽ തന്നെ ഇത് നമ്മുടെ അടുത്തുള്ളൊരു പെറ്റിലിത് അവൈലബിൾ അല്ല ചെയ്യുന്നത്. ആ ഡോക്ടർ പറഞ്ഞു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. കണ്ണ് കണ്ടോ, എന്തുകൊണ്ടാണ് കണ്ണിൻ്റെ കണ്ടോ? അത് ഇന്നലെ ദിവസം ഫൈറ്റിൽ ഇതാക്കിയതാ. കണ്ണിൻ്റെ അവിടെ കണ്ടോ, മുറിയുണ്ടോ? ഭയങ്കര വികൃതിയാണ് അല്ലേ? അങ്ങോട്ട് പോയാൽ നിനക്ക് അടിയിടും. നിനക്കറിയാം അവിടെ ക്യാറ്റുകൾ ഉണ്ടെന്നുള്ള കാര്യം അല്ലേ? ആ അയ്യോ, നല്ല പറഞ്ഞ ആൻസറാണ് കുട്ടിയുടെ. I said don't go there. സുഖമായിട്ട് നമുക്കിതിനുള്ളിലൊക്കെ കയറി ഇങ്ങനെ നിൽക്കാനുള്ളൊരു സ്പേസ് ഉണ്ടല്ലോ, ഒരു ഉണ്ടോയെന്നറിയില്ല. പക്ഷേ ഇവിടുത്തെ ഒമാനി അവിടുത്തെ ചേച്ചി നമ്മളെ അറിയും, നമുക്ക് ഇഷ്ടമാണ്, നമ്മളോട് ടോക്ക് ചെയ്തിട്ടൊക്കെ ഉണ്ട്. ഇവരുടെ ഗാർഡനാണ് പുറത്തുള്ളത്. നമ്മളൊന്നും ഡാമേജ് ചെയ്തൊന്നും ഇടില്ല, ജസ്റ്റ് ഇങ്ങനെ ബാക്കിയെന്നുള്ളൂ. അവർക്ക് ഈ ബംഗ്ലാവിൻ്റെ മുകളിലിരുന്ന് വിൻഡോ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളെ കാണാൻ പറ്റും. ആരെങ്കിലും നോക്കുന്നുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അവിടെ ഒരു കിറ്റനൊക്കെ ഉണ്ടോ? കണ്ടോ, ആ കിറ്റൻ പോയി. ഇപ്പോൾ നിപ്പിൽ ഇവനെ കാണില്ല, എവിടെ പോയി ആർക്കറിയുന്നത്? ആ, ഇങ്ങനൊരു സ്വഭാവമുള്ളൊരു ക്യാറ്റാണത്. ഒന്നേ നമ്മളെങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ കാണില്ല. ആ, അവിടെ ഉണ്ട്. എന്താ കേട്ടോ പരിപാടി? ഓടാ, വീട് പോകും. വീട്ടിൽ പോടാ.